കർണൻ. ഓൾ കേരള ആനിമെ ഫാൻസ്, എനിക്ക് നിങ്ങളോടാ ചോദിക്കാനുള്ളത്. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കർണന്റെ കഥ അല്ലെങ്കിൽ മഹാഭാരതം ഒരു ആനിമെ ആയിട്ട് വന്നാൽ എന്തൊരു ലൈഫായിരുന്നോ ആ കർണന്റെ ജീവിതം. ജനിച്ചപ്പം തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് വംശത്തിന്റെ പേരിൽ ആഗ്രഹിച്ച വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. കള്ളം പറഞ്ഞിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വിദ്യ അഭ്യസിച്ച് പഠിക്കാനുള്ള ത്വര കൊണ്ട്, എൻ്റെ കഴിവ് എനിക്ക് മെച്ചപ്പെടുത്താനെന്നുള്ള ആഗ്രഹം കൊണ്ട്, എന്നിട്ട് ആ ഗുരു കൊടുത്ത പ്രസന്റ്, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചതല്ല, നീ മറന്നു പോട്ടെ. അയ്യോ അന്തസ്, അത്ര മനോഹരമായ രീതിയിലുള്ള വിദ്യാഭ്യാസ കാലം പഠിച്ചിട്ട് നാട്ടുകാരെയും വീട്ടുകാരെല്ലാം മുന്നിൽ ഒരു പ്രശംസയെല്ലാം കിട്ടട്ടെ എന്ന് വെച്ച് ചങ്ങായി വന്നപ്പോൾ അവിടെയും വിട്ട് കളിയാക്കി. നിന്നെ ഒന്നും ഇവിടെ പറ്റൂല മോനെ, നീ ഒന്നും വന്നിട്ട് നമ്മളോട് മുട്ടാനായിട്ടില്ല, മാറി നിൽക്കുന്ന് പറഞ്ഞിട്ട്. ഇതിലും വലിയ കോമഡി, ഈ കർണൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ അപരാധം ദുര്യോധനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. അങ്ങനെ നാണം കെട്ട് അത്രയും കഷ്ടപ്പെട്ട് വന്ന് തൻ്റെ കഴിവ് എല്ലാവരും മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിന്നപ്പോൾ കളിയാക്കി അപമാനിച്ച് ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞെടുത്തുന്ന് മച്ചാൻ നമ്മളെ ദുര്യോധനൻ ചേർത്തങ്ങ് പിടിക്കല. മുത്ത നീ വാ, നിനക്ക് ഞാൻ തരാം, നിനക്ക് വേണ്ട എല്ലാ സാധനവും, നീ നിന്റെ കഴിവ് വളർത്ത്, അതുകൊണ്ട് നീ ഇതാ ഇവനക്കില്ലേ അവൻ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന് പറഞ്ഞ് അത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു വ്യക്തിനെ അല്ലാണ്ട് കർണൻ ആരെ സപ്പോർട്ട് ചെയ്യണം? എന്നിട്ട് ഇതിൻ്റെ പേരിലാണോ കർണൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു നിങ്ങൾ അവനെ കൊല്ലാൻ തോന്നുന്നത്, അല്ലെ കൊന്നത്? ബ്രോ, ഒരു പക്ഷേ നീയോ ഞാനോ ആയിരുന്നെങ്കിലോ കർണൻ്റെ സ്ഥാനത്ത് നീ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ഒരു സമയത്ത് കർണൻ അറിഞ്ഞ് എല്ലാം ഒരു നിമിഷം കൊണ്ട് കർണൻ്റെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ കിട്ടിയാൽ കർണന് മുന്നിലേക്കുന്നത് കർണൻ്റെ സഹോദരങ്ങൾ. യുദ്ധത്തിന് പോകുന്നതിന് തൊട്ട് മുന്നേ എല്ലാവരും തൻ്റെ എതിരാളികളെ തച്ച് തീർക്കണം എന്ന് വിചാരിച്ചപ്പോൾ കർണൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കൂടെയുള്ളത് ഉറ്റമിത്രം, തനിക്ക് തൻ്റെ ജീവിതത്തിൽ ആകെ കൂടി ഒരു കൈത്താങ്ങ് തന്ന മിത്രം, തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് തൻ്റെ സഹോദരങ്ങൾ. ഇത് വേണ്ടാന്ന് പറയുന്നത് അമ്മ, മുന്നിലിരിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ. എടോ, ചങ്ങായി പോയിക്കൊണ്ടിരുന്ന മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ടും ആ ചങ്ങായി അത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നാ പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ. എന്നിട്ട് പോലും ചതി കൊണ്ട് നേരിട്ട് കൊല്ലേണ്ടി വന്നു കർണനെ. എന്നിട്ടും ഇപ്പോഴും എല്ലാവരും തർക്കിക്കല, അർജുനനാണ് ബെസ്റ്റ്, അർജുനൻ്റെ മറ്റേ ഗാണ്ഡീവമാണ് ഇത് പവർഫുൾ, അർജുനൻ വിചാരിച്ച അങ്ങ് ഇല്ലാണ്ടാക്കി കളയാനും കർണനാന്ന് പറഞ്ഞു. ബ്രോ, അങ്ങനെയാണെങ്കിൽ ഒരു ഫെയർ ഫൈറ്റ് പോലും നടന്നിട്ടില്ല. ഈ മനുഷ്യ ഒരു ചങ്ങായി, രണ്ട് കുട്ടികൾ, ഒരു ചങ്ങായി നല്ല വൃത്തിക്ക് വളർന്ന് ഇടക്കിടക്കിടക്ക് മാനസികമായിട്ട് ചെറിയ വിഷമങ്ങളുണ്ടാവും, ഓക്കെ, അങ്ങനെ വളർന്നു. വേറൊരു ചെക്കൻ വീണതേ തെരുവിൽ, അവിടുന്ന് ഓനായിട്ട് ഉയർന്ന് ഇവൻ്റെ കൂടെ ലെവലിലേക്ക് എത്തി. എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് വന്ന് മത്സരിക്കാൻ, കട്ടക്കട്ടെന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നപ്പോൾ അവിടെ വരെ ചക്രം താഴ്ത്തിയിട്ട് ചതിച്ചിട്ട് ഇനി നീ അവനെ കൊന്നു പറഞ്ഞിട്ട് തീർത്തിട്ട് നിങ്ങൾ പറയുന്നത് അർജുനൻ വാസ് ദ ഗ്രേറ്റസ്റ്റ്, ദ ഹീറോ, ദ വാരിയർ. ഓ, ഇത് ഒരു ആനിമേറ്റ് വരട്ടെ, അല്ലെങ്കിൽ ഇതൊരു ഇതായിട്ട് വരട്ടെ, ലോകം മൊത്തം അറിയട്ടെ, ഇന്ത്യക്കാർ മാത്രമല്ല ലോകം മൊത്തം അറിയട്ടെ. എന്നിട്ട് ആളുകൾ വിലയിരുത്തട്ടെ ആരായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് വാരിയർ എന്ന് പറഞ്ഞിട്ട്. പവർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, എല്ലാ തരണം ചെയ്ത് അതിനെ നമ്മൾ യൂസ് ചെയ്യണ്ടേ. ഇവിടെ കൂടെ ഭഗവാൻ ഇരുന്നിട്ട് മുത്തുമണി ചെയ്യടാന്ന് പറയുന്നത്, ഇവിടെ എല്ലാം എതിർത്ത് നിന്നിട്ട് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്ന ഒരുത്തം പറയുന്നു. ബ്രോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട ഏക ക്യാരക്ടർ ഇറ്റ്സ് കർണൻ ബ്രോ. എല്ലാ കഷ്ടപ്പാടിലും വന്നിട്ട് ഇറ്റ്സ് കർണൻ.